ഹലോ, എല്ലാ കൂട്ടുകാർക്കും ജെ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് റവയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു ഈസി സ്നാക്സ് ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. നല്ല ചൂടോട് കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിൽ നമുക്ക് 2 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ജസ്റ്റ് ഒരു ആവശ്യത്തിന് ഉപ്പിടാം. ഇത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൽ ഞാനിവിടെ 1 ഗ്ലാസ് റവയാണ്, 2 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് അതിൻ്റെ പകുതി റവയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നമുക്കൊന്ന് ഈ വെള്ളം വറ്റണ വരെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റവ വെള്ളം വലിച്ചെടുക്കും. അതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഇതിൽ ആവശ്യം 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. അത് നന്നായിട്ട് പൊടിച്ചിട്ട് തന്നെ എടുക്കണം. ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല, ഒട്ടും ഇതില്ലാണ്ട്. പിന്നെ 1 ടീസ്പൂണ് പച്ചമുളക്, വെളുത്തുള്ളി, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില, വേണമെങ്കിൽ മല്ലിയിലയും ചേർക്കാം. പിന്നെ ഇതിനാവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഒട്ടും തരിയില്ലാണ്ട് തന്നെ വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ വറുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് കുടിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് കയ്യിൽ കുറച്ചൊരു ഓയിൽ തടവിയിട്ട് വേണം ഇതൊന്ന് നമുക്കിത് ഒന്ന് റോളാക്കാൻ. ഇത് ഞാനിവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു ഫിംഗറിൻ്റെ ഷേപ്പിലാണ് ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് വേണമെങ്കിൽ റോൾ ചെയ്തിട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും റോൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അതിലധികം വെള്ളം കുടിക്കാനും പാടില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് നമ്മൾ പൊടിക്കുമ്പോൾ നന്നായിട്ട് നല്ലോണം മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ എണ്ണയിലിടുമ്പോൾ ഇത് പൊട്ടി പോരാൻ ചാൻസ് ഉണ്ട്. ഇതിന് ശേഷം നമുക്ക് ഒന്ന് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആവും, ഒരു ബ്രൗൺ കളറാവും. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് ചായയുടെ ഒപ്പം കൂടിയിട്ട് കഴിക്കാനായിട്ട്, നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എണ്ണ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കിയിട്ട് ഇത് ഓരോ ബാച്ചായിട്ട് നമുക്ക് ഇത് വറുത്ത് കോരിയെടുക്കാം. ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ അങ്ങനെ കുറച്ചിങ്ങനെ കെടുക്കുന്നുണ്ടെങ്കിലാണ് ഇത് പെട്ടെന്ന് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഇത് ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് പൊടിച്ച് നന്നായിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.